മഞ്ചേശ്വരം ബായാർ പദവിയിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. അന്വേഷണത്തിൽ പോലീസ് കാണിക്കുന്ന അനാസ്ഥയാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ കാരണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ജനുവരി 15 രാത്രിയിലാണ് മുഹമ്മദ് ആസിഫിനെ കയർക്കട്ടയിൽ ലോറിക്ക് സമീപം അവശനിലയിൽ കാണപ്പെട്ടത്. രാത്രി വീട്ടിൽ നിന്നും പുറപ്പെട്ട യുവാവിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള കയർക്കട്ടയിൽ നിന്നും ലോറി കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ യുവാവിന്റെ ചെരുപ്പുകൾ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തി. ലോറിക്ക് സമീപം തന്നെയാണ് അവശനിലയിൽ ആസിഫിനെയും കണ്ടെത്തിയത്. പിന്നീട് മരണപ്പെടുകയായിരുന്നു. മരണത്തിൽ സംശയം ഉയർന്നതിനെ തുടർന്നാണ് കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യമുയർന്നതും കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടതും. ലോറിയുടെ ടയർ കയറിയതിനെ തുടർന്ന് ഇടുപ്പിൽ തകർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് പരിയാരത്ത് നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ലോറിയിൽ നിന്നും ഇറങ്ങുമ്പോൾ ആസിഫ് താഴെ വീണാണ് അപകടം സംഭവിച്ചതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് സർജൻ ഡോക്ടർ ശ്രീകാന്ത് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പരിശോധിക്കുന്നതിനായി പോലീസ് സർജൻ സംഭവസ്ഥലം നേരിട്ട് സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ആസിഫ് ലോറിയിൽ നിന്നും താഴെ വീണ ശേഷം ടിപ്പർ ലോറി മുന്നോട്ട് നീങ്ങുകയും പിൻഭാഗത്തെ ടയർ കയറിയിറങ്ങുകയും ഇടുപ്പിൽ തകർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്നുമാണ് പോലീസ് സർജൻ അന്വേഷണ സംഘത്തിന് രേഖാമൂലം നൽകിയ വിദഗ്ധ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇവയൊന്നും തന്നെ മരണകാരണം വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നില്ല. ലോറിയിൽ നിന്നും പോലീസിന്റേതെന്ന് തോന്നിക്കുന്ന ലാത്തിയും കണ്ടെത്തിയിരുന്നു. കൂടാതെ ലോറിയുടെ ഡോറിൽ രക്തവും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് നാട്ടുകാരിൽ സംശയത്തിന് ഇടയാക്കിയത്. കൃത്യമായ മരണകാരണം വ്യക്തമാക്കണമെന്നും അന്വേഷണം ശരിയായ ദിശയിൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ അനാസ്ഥയാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ കാരണമായതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. ആസിഫിന്റെ മരണം സംഭവിച്ച് 2 ആഴ്ചത്തോളമായി നാട്ടുകാരൊക്കെ വളരെ ആശങ്കയിലാണ്. ഈ മരണത്തിന് എന്താണ് കാരണമെന്നുള്ളത് ഇപ്പോഴും അറിയാതെ രീതിയിലാണ് നാട്ടുകാരൊക്കെയും ചേർന്നത് ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുള്ളത്. ആസിഫ് മരിച്ച രീതിയിൽ കണ്ടെത്തിയത് ഇതുവരെ പോലീസ് ഒരു അന്വേഷണം നാട്ടുകാർക്കായിട്ട് ആർക്കും വന്നിട്ടില്ല. അതുകൊണ്ട് പയ്യോളിക്കയിൽ ആക്ഷൻ കമ്മിറ്റി രൂപിച്ചിട്ടുണ്ട്. ശക്തമായിട്ട് നമ്മൾ എതിർക്കും. ഇതിൽ ഏതേ പാർട്ടിയായിട്ട് മതമായിട്ട് ഇല്ലാത്ത നമ്മൾ ഈ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ മുമ്പ് ശക്തമായിട്ട് എതിർച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നവരെന്ന് നിങ്ങൾക്ക് അറിയിച്ചുകൊണ്ട് ആസിഫിന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹത മാറ്റാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. 2 ആഴ്ചയായിട്ടും പയ്യോളിക കയർകട്ട എന്ന പ്രദേശത്ത് ദാരുണമായ മരണം സംഭവിച്ചിട്ട് പോലും ഈ പ്രദേശത്ത് ഇത്രയും വലിയൊരു മരണം സംഭവിച്ചിട്ട് പോലും അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നതുപോലും ഇതുവരെ കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് ഇതുവരെ അതിനെപ്പറ്റി പറയാൻ പറ്റിയിട്ടില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. ഇവിടെ ഈ ഒരു മരണത്തിൽ ഒരുപാട് ദുരൂഹതകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ദുരൂഹതകൾ മാറ്റി എന്താണ് സംഭവിച്ചു എന്ന് അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. ഇവിടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ട് 1 ആഴ്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് കൃത്യമായി വരും ദിവസങ്ങളിൽ കൃത്യമായ അന്വേഷണ റിപ്പോർട്ടും അതുപോലെ തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് ജനങ്ങൾക്ക് അറിയിച്ചില്ല എങ്കിൽ ശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അബ്ദുറഹ്മാൻ സോമശ്ശേരി, നസീർ കോരിക്കാർ, വസന്തകുമാർ, ലോകേഷ് നോണ്ട, സദാശിവ ചേരാൽ, അസീസ് കലായി, സെഡ്ഡെ കയ്യാർ, നൌഫൽ, ഫാറൂഖ് തുടങ്ങിയവർ ആക്ഷൻ കമ്മിറ്റി യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.